യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെ വീണ്ടും വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് പ്രധാന കാരണം സെലൻസ്കി ആണെന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള പരാമർശം ട്രംപ് നേരത്തെ നടത്തിയിരുന്നു. അന്നത് യുക്രൈന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾ ഒന്നും തന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ വാദം ആവർത്തിക്കുന്നത്. ദശലക്ഷക്കണക്കിന് മരണങ്ങൾക്ക് കാരണമായ യുദ്ധത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ജോ ബൈഡനോടും ഉത്തരവാദിത്തം പങ്കിടണമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച യുക്രൈനിയൻ നഗരമായ സുമിയിൽ 35 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിൽ റഷ്യ വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പുതിയ പരാമർശം ഉണ്ടാകുന്നത്. 2022 റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം സുമിയിൽ ഉണ്ടായതെന്നാണ് യുക്രൈൻ തിങ്കളാഴ്ച വ്യക്തമാക്കിയത്. റഷ്യയിൽ നിന്ന് നഗരം പുതിയ മിസൈൽ ആക്രമണത്തെ നേരിട്ടതായി കീവ് അധികാരികളും അവകാശപ്പെടുന്നുണ്ട്. ഒന്നാം നമ്പർ പുടിൻ. പക്ഷെ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ധാരണയുമില്ലാത്ത ബൈഡന്റെയും രണ്ടാമത്തെ ആളുടെയും കാര്യം പറയാം, സെലൻസ്കിയുടെ കാര്യം പറയാം. 3 പേർ കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് തടയാൻ ശ്രമിക്കുക എന്നതാണെന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് യുദ്ധം ചെയ്യിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ 20 മടങ്ങ് വലിപ്പമുള്ള ഒരാൾക്കെതിരെ നിങ്ങൾ യുദ്ധം ആരംഭിക്കരുത്. അപ്പോഴും മറ്റാളുകൾ നിങ്ങൾക്ക് ചില മിസൈലുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. യുക്രൈന്റെ നിർണായക ധാതു സമ്പത്ത് വാഷിംഗ്ടണിൽ ലഭ്യമാകുന്നതിനുള്ള ഒരു കരാറിൽ ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഒരു കരാർ സാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോ ബൈഡൻ യുക്രൈനിന് നൽകിയ സൈനിക സാമ്പത്തിക സഹായത്തിനുള്ള നഷ്ടപരിഹാരമായി യുക്രൈനിലെ വിഭവങ്ങളുടെയും അപൂർവ ധാതുക്കളുടെയും ഖനനത്തിൽ നിന്നുള്ള ലാഭത്തിൽ US-ന് റോയൽറ്റി പേയ്മെന്റുകൾ നൽകുന്ന കരാറാണ് ട്രംപ് യുക്രൈനു മുന്നിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്.